എന്ത് വേണം? ഞാനൊരിക്കൽ ഒരു വർഷം മുമ്പ് ഒരു വാൽന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഒരു ബാർബർ ഷോപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. അത് ഏതോ ഒരു തൽപര കക്ഷി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അടുത്തിട്ടൊരു ക്ലിപ്പുണ്ടാക്കുകയും എന്നിട്ട് സകലമാന അസോസിയേഷൻസിൻ്റെ സലൂണിലെ ആളുകൾക്ക് അതൊക്കെ അയച്ചു കൊടുത്തു. ഇന്നലെ രാവിലെ മുതൽ പഠിച്ചോനെ വിളിയോട് വിളി. സത്യത്തിൽ ഞാൻ അവിടെ എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഒരു തമാശ രൂപേണ അത് വന്നു പോയതാണ്. അതൊന്നും ക്ലിപ്പാക്കേണ്ട ആവശ്യം, നമ്മൾ ക്ലിപ്പാക്കേണ്ടത് എല്ലാം ക്ലിപ്പാക്കാൻ പാടുണ്ടോ? വേദനയിടയിൽ പറഞ്ഞ സംസാരങ്ങളൊക്കെ. അതുകൊണ്ട് ഈ ലൈവൊക്കെ വലിയ പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അപ്പോൾ അത് ക്ലിപ്പാക്കി വിടും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനൊരു വിഷയം പറഞ്ഞു. ഹദ്ദാദിന് ഇരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കാതെ പോകുന്നത് അത്ര നല്ലതല്ല. ഹദ്ദാദിനെ ഇരിക്കും, എന്നാൽ ഇശാക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കൂല. ഹദ്ദാദ് തുടങ്ങിയതാരാ? നമ്മൾ തുടങ്ങിയതാണ്. സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ഹദ്ദാദിനെക്കാളും വലുത് എന്തായാലും സുന്നത്ത് തന്നെയാണ്. അപ്പോൾ ഹദ്ദാദ് വേണ്ട എന്നാണ്? അല്ല, ഹദ്ദാദ് ചെല്ലണം. ഹദ്ദാദിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. ഹദ്ദാദിലിരിക്കുന്ന ഒരാൾ സുന്നത്ത് നിസ്കരിക്കാതെ പോകുന്ന അത്ര നല്ലതല്ല. സുന്നത്ത് നിസ്കരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അത് മാത്രം ക്ലിപ്പ്. ഖലീൽ ഉദവി പറഞ്ഞു സുന്നത്ത് നിസ്കരിക്കേണ്ട, ഹദ്ദാദ് ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല, സുന്നത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി മാത്രമൊരു ക്ലിപ്പ്. പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയ വിഷയം പറയുമ്പോൾ ഓരോ രാഷ്ട്രീയക്കാർ അവർക്ക് അനുകൂലമായ ക്ലിപ്പ് മാത്രം കട്ട് ചെയ്തിട്ട് അത് ഓടിക്കും. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴെന്താണ്, ബാക്കിയുള്ള ഭാഗങ്ങൾ ആരും ഇത് കേൾക്കൂല. അത് ഭയങ്കര ഫിത്ന ഉണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വലിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരുപാട് ആളുകൾ വിളിച്ചു. അത് നമ്മൾ വാദം കേൾക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ വിളിച്ചു, പല നാട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് അത്തരം വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ തെറ്റാണെന്ന് പറയണമല്ലോ. അവർക്ക് വിഷമമുണ്ടായിട്ടാണ് എനിക്ക് തോന്നി. എന്തായാലും കാരണം അവരുടെ വിലക്കയറ്റത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, വില കൂട്ടുന്നുണ്ടെന്നുള്ളൊരു വിഷയമാണ് പറഞ്ഞത്. അവർക്കതിൽ വലിയൊരു വിഷമമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇൻഷാ അല്ലാ അത് അടുത്ത ലൈവുള്ള പരിപാടിയിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ വിഷയം ഒന്നും കൂടി ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ ലൈവൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നല്ലേ? ആ വീഡിയോ റെക്കോർഡുണ്ടോ? വീഡിയോ റെക്കോർഡാണോ? ആ റെക്കോർഡാണെങ്കിൽ നിങ്ങളതൊന്ന് റെക്കോർഡ് ചെയ്താൽ മതി ഇൻഷാ അല്ലാ. അപ്പോൾ ഏതായാലും ഞാൻ പറയുന്നത്, അത്തരം വിഷയങ്ങൾ നമ്മളിത് ബോധപൂർവം അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളെ ഇൻസൾട്ട് ചെയ്യാനൊന്നും പറയല. ആ ബാർബർ ഷോപ്പിലൊക്കെ പോയാലും ഞാൻ നല്ല ഇഷ്ടപ്പെട്ടാൽ പൈസ ടിപ്സ് അടക്കം കൊടുക്കുന്ന ഒരാളാണ്. ഒരു 10, 20, 50, 100 കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ നമ്മുടെ മുഖമൊക്കെ വളരെ മനോഹരമായി മിനുക്കി തരുന്ന ആളല്ല. അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന എന്നും നമ്മൾക്കുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയിട്ട് ഒരു 100 രൂപ ടിപ്സ് കൊടുക്കുന്നതൊക്കെ വളരെ സന്തോഷമാണ്. അവർ അടുത്ത പ്രാവശ്യം ഒന്നും കൂടി നമ്മൾക്ക് അതിനൊക്കെ ഉഷാറാക്കി തരും. അങ്ങനെ ഒരു തൽപരക്കാരനാണ് ഞാൻ. അപ്പോൾ സത്യത്തിൽ ഒരു വർഷം മുമ്പ് നടന്നൊരു വാല് അവരെന്ത് ചെയ്തു, ആരോ ഒരാൾ ഇങ്ങനെ ക്ലിപ്പുണ്ടാക്കി മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ അതിനെ പ്രചരിപ്പിച്ചു. അതിലതിൻ്റെ പ്രവർത്തകർക്ക്, അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയൊരു വിഷമമുണ്ടായതായി ഞാൻ മനസ്സിലാക്കുന്നു. അതിലവരോട് ഞാൻ എന്ത് ചെയ്യാണ്, പൂർണ്ണമായിട്ട് ക്ഷമ ചോദിക്കാൻ. അള്ളാഹു അവരുടെയൊക്കെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിൽ മുസ്ലിമീങ്ങളുണ്ട്, പലരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ കുടുംബത്തിനെ പോറ്റുന്ന ആളുകളാണ്, കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ദുആ ചെയ്യ, അത്തരം ആളുകൾ കൂടെ നമ്മൾ നിൽക്കുകയും വേണം, സപ്പോർട്ട് ചെയ്യും വേണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അവർക്ക് ജോലിയിൽ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കുകയും അവരുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുകയും ചെയ്യട്ടെ. ഒരുപാട് ആളുകളായി പരിചയപ്പെടാനും കഴിഞ്ഞു, അത് വേറെ വിഷയമാണ്. എത്രയോ ആളുകൾ വിളിച്ചിട്ടുണ്ട് എന്നെ വിഷയത്തിൽ. അവരൊരു പരിചയപ്പെടാനും കഴിഞ്ഞു. അവരൊക്കെ സ്ഥിരമായിട്ട് വാദ് കേൾക്കുന്ന ആളുകളാണ്, ഭൂരിഭാഗം ആളുകളും. അപ്പോൾ അവർ ഈ വിഷയം നിങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ വലിയൊരു വിഷമം തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, എനിക്കത് പറയാൻ പാടില്ലാത്തൊരു വിഷയമായിരുന്നു, എന്തൊരു വിഷയത്തിൽ വന്നു പോയതാണ്. നമ്മൾ തെറ്റുപറ്റിയാൽ നമ്മൾ അംഗീകരിക്കാൻ വേണം. എന്നാൽ വേറെ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ബന്ധപ്പെടും. രാഷ്ട്രീയ വിഷയമായി പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം, അത് ഞാൻ മെയിൻ ചെയ്യാറില്ല. കാരണം അത് തെറ്റല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട്